2024 പുറത്തിറങ്ങിയ ഷോഗൺ എന്ന ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വെബ് സീരീസ് അടുത്ത കാലത്ത് ഇറങ്ങിയ ഏറ്റവും മികച്ച ഹിസ്റ്റോറിക്കൽ ഡ്രാമകളിൽ ഒന്നായാണ് വിലയിരുത്തപ്പെടുന്നത്. ഷോഗൺ സീരീസിനെ പലപ്പോഴും ജാപ്പനീസ് ഗെയിം ഓഫ് ത്രോൺസ് എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത്. അവാർഡുകളുടെ കാര്യത്തിൽ ഗെയിം ഓഫ് ത്രോൺസ് സ്ഥാപിച്ച പല റെക്കോർഡുകളും ഷോഗൺ തകർത്തിട്ടുണ്ട്. 2024 എമ്മി അവാർഡിൽ ഒരൊറ്റ സീസണിൽ നിന്ന് മാത്രം 18 അവാർഡുകൾ ഷോഗൺ കരസ്ഥമാക്കി. ഇത് ഒരു സീരീസ് ഒരൊറ്റ വർഷം നേടുന്ന ഏറ്റവും ഉയർന്ന അവാർഡ് നേട്ടമാണ്. മുൻപ് ഈ റെക്കോർഡ് ഗെയിം ഓഫ് ത്രോൺസിന്റെ പേരിലായിരുന്നു. 2015, 16, 2019 വർഷങ്ങളിൽ 12 അവാർഡുകൾ വീതം ഈ റെക്കോർഡാണ് ഷോഗൺ തിരുത്തി കുറിച്ചത്. 1600കളിലെ ജപ്പാനിലാണ് കഥ നടക്കുന്നത്. അധികാരത്തിനായി 5 പ്രഭുക്കന്മാർ തമ്മിൽ പോരാടുന്ന കാലം. ഈ രാഷ്ട്രീയ പോരാട്ടത്തിന് നടുവിലേക്ക് ജോൺ ബ്ലാക്ക്തോൺ എന്ന ഇംഗ്ലീഷ് നാവികൻ തന്റെ കപ്പലുമായി അവിചാലം എത്തിച്ചേരുന്നു. ബുദ്ധിമാനും തന്ത്രശാലിയുമായ ലോർഡ് ടൊറാനാഗ ബ്ലാക്ക്തോണിനെ തന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി എങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നു എന്നതാണ് സീരീസിന്റെ കാതൽ. 17ാം നൂറ്റാണ്ടിലെ ജപ്പാൻ അവിശ്വസനീയമായ രീതിയിൽ സീരീസിൽ നിർമ്മിച്ചിട്ടുണ്ട്. കോസ്റ്റ്യൂമുകൾ, സെറ്റുകൾ, യുദ്ധരംഗങ്ങൾ എന്നിവയെല്ലാം ലോകോത്തര നിലവാരത്തിലുള്ളവയാണ്. വെറുമൊരു വാൾപ്പയറ്റ് സീരീസ് എന്നതിലുപരി ഗെയിം ഓഫ് ത്രോൺസ് പോലെ ബുദ്ധിപരമായ കരുനീക്കങ്ങളാണ് ഇതിലെ പ്രധാനം. ജാപ്പനീസ് സംസ്കാരത്തെയും ആചാരങ്ങളെയും വളരെ ആഴത്തിൽ സീരീസ് കൈകാര്യം ചെയ്യുന്നു. മിക്കവാറും സംഭാഷണങ്ങൾ ജാപ്പനീസ് ഭാഷയിലാണെന്നത് സീരീസിന് കൂടുതൽ സ്വാഭാവികത നൽകുന്നു. ഇനി വരുന്ന സീസണുകളിൽ വളരെ പോപ്പുലർ ആവാൻ സാധ്യതയുള്ള ഒരു കിടിലൻ വെബ് സീരീസ് ആണ് ഷോഗൺ. കണ്ടവരുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അഭിപ്രായം രേഖപ്പെടുത്തുക. കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ ശ്രമിക്കുക.